പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഗാംബിയയിൽ 3 വർഷം മുൻപ് 70 കുട്ടികളാണ് മരിച്ചത്. ഈ മരണത്തിനുള്ള കാരണം ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ചുമമരുന്നാണെന്ന് റിപ്പോർട്ട് വന്നു. ഇന്ത്യ അന്ന് അത് ശക്തമായി നിഷേധിച്ചതാണ്. എന്നാൽ ഗാംബിയ നടത്തിയ പരിശോധനകളിൽ മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽസിന് നിർമ്മിച്ചു നൽകിയ 4 മരുന്നുകളിൽ വിഷം കണ്ടെത്തി. പ്രോമി ടാസൻ ഓറൽ സൊല്യൂഷൻസ്, കോഫെക്സ് മാലിൻ ബേബി സിറപ്പ്, മാക്കോഫ് ബേബി സിറപ്പ്, മാഗ്രൂഫി കോൾഡ് സിറപ്പ് എന്നിവയിലായിരുന്നു വിഷാംശം. ലോകാരോഗ്യ സംഘടന നടത്തിയ പരിശോധനകളിലും ഈ മരുന്നുകളിൽ എഥിലീൻ ഗ്ലൈക്കോളിന്റെയും ഡൈ എഥിലീൻ ഗ്ലൈക്കോളിന്റെയും സാന്നിധ്യം കണ്ടെത്തി. എന്നാൽ ഇന്ത്യ നടത്തിയ പരിശോധനകളിൽ വിഷാംശം ഒന്നുമില്ല എന്നായിരുന്നു കണ്ടെത്തിയത്. മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽ ഉടമ നരേഷ് കുമാർ ഗോയലിന്റെ വാദങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഗാംബിയയിൽ കുട്ടികളുടെ മാതാപിതാക്കൾ ആരംഭിച്ച നിയമ പോരാട്ടം അതിപ്പോഴും തുടരുകയാണ്. അന്ന് അപകടകരമായ വസ്തുക്കൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് റിപ്പോർട്ട് നൽകിയ അതേ ഇന്ത്യയിലെ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഇത് കണ്ടെത്തിയത്. ഗാംബിയയിലെ കുട്ടികൾ മരിച്ചപ്പോൾ കൈയൊടിഞ്ഞ അതേ സംവിധാനമാണ് ഇപ്പോൾ ഉത്തരവാദിത്തം ഏൽക്കേണ്ടിയും വന്നിരിക്കുന്നത്. ഇത് കൊലപാതകമാണ് എന്ന് തറപ്പിച്ചു തന്നെ ആദ്യം പറഞ്ഞതും എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ആഫ്രിക്കയിലാണെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ മരണകാരണം ശരിയാവണ്ണം കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഒരു ദുരന്തം ഉണ്ടാകുമായിരുന്നോ? ആ ചോദ്യം ഇനിയുള്ള കാലത്തെല്ലാം നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും.